എല്ലാവർക്കും പ്രിയ തട്ടിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് നോക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴവും നാളികേരവും വെച്ചിട്ട് ഒരു ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഒരു 2 നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്, അതായത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. 2 എണ്ണം അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം പഴുത്തത് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ മധുരം ചേർക്കുമ്പോൾ അതിനനുസരിച്ച് കുറവ് ചേർത്താൽ മതി എന്നുള്ളൂ. ഇതിപ്പോൾ അധികം പഴുത്തിട്ടില്ല. എന്നിട്ട് ഞാനത് മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ നാളികേരം പൊടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചേർക്കാം. മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഇത് ഞാനൊരു പാനിലേക്ക് ഇട്ടിട്ട് ഇത് 2 കപ്പാണ് ഞാൻ നാളികേരം എടുത്തിട്ടുള്ളത്, അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് അതൊന്ന് ചെറുതാക്കിയിട്ട് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ കളറൊന്നും മാറൊന്നും വേണ്ട. എന്നിട്ടത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കശുവണ്ടി ചെറുതാക്കിയിട്ട് അരിഞ്ഞത് അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഉണക്കമുന്തിരി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. കശുവണ്ടി ഇടുന്നതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അപ്പോൾ ഈ നേന്ത്രപ്പഴമൊക്കെ പുഴുങ്ങിയതൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഈ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളും. ഇനി ഞാൻ വേവിച്ച് വെച്ചിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള ആ നേന്ത്രപ്പഴം നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ആ നെയ്യിനായിട്ട് നമ്മൾ യോജിപ്പിച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ച കാരണമാണ് ഇത്ര ഡ്രൈ ആയിട്ടിരിക്കണത്. വെള്ളം ചേർക്കാണ്ടിരിക്കാൻ നല്ലത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നമ്മൾ നെയ്യിലിട്ട് വറുക്കണ നേരത്ത് ഇങ്ങനെ പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കും. ഇത് ഇപ്പോൾ നന്നായിട്ട് നെയ്യായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടി ഇട്ട് കൊടുക്കുക. ഇത് ഏലക്ക പൊടിച്ചതാണ്, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പൊടിച്ച ഏലക്ക ഇട്ട് കൊടുക്കുക നല്ലത്. കാരണം മുഴുവൻ ഏലക്ക ഇട്ട് കൊടുക്കുമ്പോൾ അത് കുട്ടികൾ അതിൻ്റെ ഇടയിൽ കടിക്കാനൊക്കെ ആകുമ്പോൾ അതൊരു പിന്നെ ബുദ്ധിമുട്ടാകും. അപ്പോൾ എപ്പോഴും പൊടിച്ചത് കുറച്ച് പഞ്ചസാരയും കൂട്ടിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി. ഇത് 1 കപ്പ് മിൽക്ക് മെയ്ഡാണ് എടുത്തേക്കണത്. അത് അധികം മധുരമുള്ള നേന്ത്രപ്പഴം അല്ലാത്തതുകൊണ്ട് 1 കപ്പ് മിൽക്ക് മെയ്ഡ് നമുക്ക് വേണ്ടി വരും. നല്ല മധുരമുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ ഇത്രയ്ക്ക് വേണ്ടി വരില്ല. അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ മിൽക്ക് മെയ്ഡൊക്കെ ഇതിനോട് യോജിപ്പിച്ചിട്ട് വരും, ഒന്നും കൂടി തിക്കായിട്ട് മാറും. ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതേ പാനിൽ നിന്നൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കത് ഉരുട്ടിയിട്ട് ഈ കോക്കനട്ടിൽ മുക്കിയിട്ടെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നമ്മുടെ ആ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റും നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് വരുമ്പോൾ പിന്നെ കോക്കനട്ടിൻ്റെ ടേസ്റ്റ് ഇതിൽ അധികം നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റ് എടുത്ത് കാണിക്കില്ല. കൂടുതലും കോക്കനട്ടിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെയും ആണ് ടേസ്റ്റ് എടുത്ത് കാണിക്കുക. അപ്പോൾ അത് കാരണം തന്നെ കുട്ടികൾ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.